മനോഹരമായ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അകത്തെ മനുഷ്യന് ഓജസ്സും ശക്തിയും പകരുന്ന ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ചിന്തിപ്പാൻ ലഭിക്കപ്പെട്ട ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ ദൈവം അനുവാദം നൽകി. ഈ പകലിലും ദൈവപാദപീഠത്തിൽ നാം ഒരുമിച്ചായിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാൽ. ആദിമസഭയുടെ ചരിത്ര സംഭവങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശീമോൻ പത്രോസ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് 11 കൂടെ ചെയ്ത പ്രസംഗത്തിൽ 3000-ഓളം പേര് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനിടയായി. മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായി. തിരുവചനത്തിനകത്ത് നാം പരിശോധിക്കുമ്പോൾ അങ്ങോളം ഇങ്ങോളം വളരെ ശക്തമായിട്ട് കാണുവാൻ കഴിയുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ദൈവസഭയുടെ ചരിത്രത്തിൽ നന്നായി കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് പത്രോസ്. എന്നാൽ ഈ പത്രോസിനോടുള്ള ബന്ധത്തിൽ അവനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന അന്ത്രയോസിനെ കുറിച്ചാണ് പ്രാരംഭമായി ചില വാക്കുകൾ ഓർമ്മിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അന്ത്രയോസ് ശീമോൻ പത്രോസിന്റെ സഹോദരനായിരുന്നു. ശീമോൻ പത്രോസിനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് അന്ത്രയോസ് ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇതാ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകന്റെ ഒരു ശിഷ്യനായിരുന്നു എന്ന് നാം വായിച്ച വേദഭാഗത്തുനിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നു. ഞാനോ കുറയണം, അവനോ വളരണം എന്നുള്ള ആ ഒരു വലിയ ചിന്താധാര യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. താൻ എത്ര താണാലും കുറഞ്ഞാലും യേശു വളരണം, യേശു ഉയർത്തപ്പെട്ട് കാണണം. എന്റേത് എന്ന് അഭിപ്രായപ്പെടുവാൻ കഴിയുന്ന മഹിമയും മഹത്വവും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് യേശു ഉയരുവാൻ ഇടയാകി. ആ ഒരു ചിന്താധാര നന്നായി പുലർത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന് ധാരാളം ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജീവിത ശൈലി, വസ്ത്രധാരണം, ഭക്ഷണരീതി,
വാക്കുകൾ എല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ തന്റെ മഹത്വം അല്പം പോലും ഉയരാതെ ദൈവമഹത്വം നന്നായി കാണുവാൻ വളരെയധികം താല്പര്യപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവമനുഷ്യൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അന്ത്രയോസ്. തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ അല്പസ്വല്പം ആശയങ്ങളും ശൈലികളും തീർച്ചയായും ശിഷ്യൻ എന്നുള്ള നിലയിൽ അന്ത്രയോസിന് കാണും. എന്താണ് അന്ത്രയോസിന്റെ പ്രത്യേകത? വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ശീമോൻ പത്രോസിന് കിട്ടിയിട്ടുള്ള അവസരങ്ങളോ സ്ഥാനങ്ങളോ വേദപുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ അനുഭവങ്ങളോ ഒന്നും അന്ത്രയോസിന് പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല. പരക്കെ പുതിയ നിയമത്തിൽ വിശേഷാൽ സുവിശേഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് പത്രോസ്. എന്നാൽ പത്രോസിന്റെ പേര് പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുമ്പോഴും അന്ത്രയോസ് അവിടെ സൈലന്റ്. തന്റെ ഒരു വലിയ പ്രത്യേകതയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് അന്ത്രയോസിന്റെ പ്രത്യേകത? ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന ഈ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാടിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഒരു മടിയും കൂടാതെ യേശുവിനെ അനുഗമിപ്പാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അന്ത്രയോസ്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിപ്പാനായി കടന്നു വന്ന ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് അന്ത്രയോസിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അല്പം പോലും അമാന്തിക്കാതെ, യാതൊരു വിഘ്നവും വരുത്താതെ, യാതൊരു തടസ്സവും പറയാതെ യേശുവിനെ അനുഗമിപ്പാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിത്വം. ആ അന്ത്രയോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ മശിഹയെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ചെയ്ത പ്രവൃത്തിയാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. അവൻ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുഭവിച്ച, അറിഞ്ഞ സത്യം കലർപ്പ് കൂടാതെ ഉറ്റവരോട്, ഉടയവരോട്, സ്നേഹിതരോട് പറയുവാനുള്ള ഒരു നല്ല മനസ്സ്. ശ്രദ്ധിക്കണമേ, ശീമോൻ പത്രോസിന്റെ അടുക്കൽ യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് അന്ത്രയോസ്. ആ അന്ത്രയോസ് ശീമോൻ പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് ആനയിക്കുകയാണ്. യേശുവിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല, യേശുവിന്റെ അടുക്കലേക്ക് ശീമോൻ പത്രോസിനെ കൊണ്ടുവരികയാണ്. എത്ര മനോഹരമായ ദൗത്യമാണത്! സത്യം അറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ പാപങ്ങൾക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ നന്നായി അറിയുന്നവരാണ്. നമ്മുടെ പാപത്തിന്റെ വൈകൃതങ്ങളെ മാറ്റി രക്ഷയുടെ സന്തോഷം നൽകി നമ്മെ ജീവിതത്തിലേക്ക്, ആത്മീക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന യേശുവിനെ കുറിച്ച് നാം എല്ലാവരും അറിയുന്നു. പക്ഷേ ഇവിടെ അതിനപ്പുറത്തുള്ള ഒരു ദൗത്യം കൂടെ അന്ത്രയോസ് നിർവഹിക്കുകയും എന്താണ് ചെയ്തത്? താൻ അറിഞ്ഞ വിഷയം, താൻ കണ്ടെത്തിയ മഹത്വം, താൻ മനസ്സിലാക്കിയ സത്യം തുറന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു നല്ല മനസ്സ്. ഞാൻ മുഖാന്തരം ആരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, ഞാൻ മുഖാന്തരം ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹം എന്നിലേക്ക് മാത്രം എന്നുള്ള ആ ചുരുങ്ങിയ നിലവാരത്തിൽ നിന്ന്, ഇടുങ്ങിയ നിലവാരത്തിൽ നിന്ന് വിശാലതയുടെ മനസ്സിലേക്ക്, വിശാല ഹൃദയത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വം. സത്യത്തിൽ ഒരു ദൈവ പൈതലിന്റെ സവിശേഷമായ ഗുണവിശേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്. എനിക്ക് മാത്രം അനുഗ്രഹം എന്നുള്ളതല്ല, എനിക്ക് മാത്രം വിടുതൽ എന്നുള്ളതല്ല,
ഞാൻ മാത്രം സത്യം അറിയട്ടെ എന്നുള്ളതല്ല. അതെ, ഞാൻ മുഖാന്തരമെങ്കിലും മറ്റു ചിലരെങ്കിലും സത്യം അറിയട്ടെ, മറ്റു ചിലരെങ്കിലും നന്മ അനുഭവിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു പിന്നത്തേതിൽ ശീമോൻ പത്രോസിനെ യേശു കർത്താവ് നന്നായി ശുശ്രൂഷ രംഗങ്ങളിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ അന്ത്രയോസിന്റെ ഹൃദയം നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടാകാം. കാരണം ശീമോൻ പത്രോസ് നന്നായി പ്രയോജനപ്പെടുന്ന അവസരങ്ങൾ അതിന് കാരണമായി തീർന്നത് അന്ത്രയോസ് ശീമോൻ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ഞാൻ ഓർമ്മിക്കട്ടെ, ഞാൻ മുഖാന്തരം ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ എത്ര പേരുടെ മനസ്സ് തണുക്കുന്നുണ്ട്. എന്നേക്കാളേറെ ഒരു മനുഷ്യന് അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ, നന്മ അനുഭവിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് തണുക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിനകത്ത് ആശ്വാസം വരുന്നുണ്ടോ എന്നുള്ളത് ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. നാം മുഖാന്തരം മറ്റുള്ളവർ നന്മ അനുഭവിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ. എന്നേക്കാളേറെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിത്വം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ അതിലേറെ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് ഇടയാകട്ടെ. രണ്ടാം സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം, എന്നേക്കാളേറെ മറ്റുള്ളവർ വളർന്നുകൊള്ളട്ടെ, എന്നേക്കാളേറെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു കൊള്ളട്ടെ, എനിക്കതിനകത്ത് ഒരു പരിഭവമില്ല, മുൻപന്തിയിൽ വരുവാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ അടങ്ങിയിരിക്കുവാൻ ഒരുക്കമല്ല. ഞാൻ മുഖാന്തരം സൈലന്റായിട്ട് ആരും അറിയാതെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. ആരും എന്റെ പേരെടുത്തുയർത്താതെ എനിക്ക് ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ലോകത്തിൽ പേരിനും പെരുമയ്ക്കും വേണ്ടി നെട്ടോട്ടമുള്ളത് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ നടുവിൽ വ്യത്യസ്തനാണ് അന്ത്രയോസ്. പേര് വേണ്ട, മഹിമ വേണ്ട, പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സഹോദരരെ, വാത്സല്യ സ്നേഹിതരെ, ഞാൻ ഓർമ്മിക്കട്ടെ, പേരിനും പെരുമയ്ക്കും വേണ്ടി നെട്ടോട്ടമുള്ള നിരവധി പ്രിയപ്പെട്ടവരുടെ നടുവിൽ ആരും അറിയാതെ, ആരും പേരുയർത്താതെ താങ്കൾക്ക് ചിലത് ചെയ്യുവാൻ, ശാന്തമായി ആരും തിരിച്ചറിയാതെ താങ്കൾക്ക് നിർവഹിക്കുവാൻ കഴിയും. ശീമോൻ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ അന്ത്രയോസ് കൊണ്ടുവന്നു. എന്നിട്ട് ശീമോൻ പത്രോസിനെ നോക്കി യേശു കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. നീ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസാകും. യേശു കർത്താവ് ശീമോനെ ഒന്ന് ശ്രദ്ധിച്ചു. അവന്റെ ഇന്നത്തെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് യേശു കർത്താവ് പറയുക, നിനക്ക് കേഫ എന്ന പേരാകും. അന്ത്രയോസ് കൊണ്ടുവന്ന ശീമോനെ യേശു നോക്കി ഇന്നത്തെ അവന്റെ സാധ്യതകൾ, ഇന്നത്തെ അവൻ അനുഭവങ്ങൾ യേശു ഒന്ന് വിശകലനം ചെയ്തു. എന്നിട്ട് അവന്റെ മുൻപാകെ പറയാം, നിനക്കൊരു പുത്തൻ സാധ്യത ഉണ്ട്. ഇന്നിന്റെ അവസ്ഥയെ നോക്കി വിധി പറയുന്നവരാ പലരും. ഇന്നത്തെ അനുഭവങ്ങളെ നോക്കി സാധ്യതകൾ കൽപ്പിക്കുന്നവരാ പലരും. എന്നാൽ യേശു കർത്താവ് നാളെയുടെ അനന്ത സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നവനാണ് എന്നത് മറന്നുപോകരുത്. നമ്മുടെ വിഷയം അന്ത്രയോസാണ് എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ നമുക്ക് അതിരുകൾ വരയ്ക്കുവാൻ ലോകർ താല്പര്യപ്പെടുന്നുണ്ടാകാം. എന്നാൽ അതിരുകളെ വിശാലമാക്കുവാൻ യേശുവിന് കഴിയും. പുത്തൻ ഉറവകൾ തുറന്നു തരുവാൻ യേശുവിന് കഴിയും. ഇന്നിന്റെ അനുഭവങ്ങളെ നോക്കി മാത്രം അല്ല യേശു സംസാരിക്കുന്നത്. നാളെ എനിക്ക് എങ്ങനെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കഴിയും, ദൈവകരങ്ങളിൽ എനിക്ക് എങ്ങനെ ഉപയോഗിക്കപ്പെടുവാൻ കഴിയും എന്നത് യേശു ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി അന്ത്രയോസിന്റെ രണ്ടാമത്തെ സവിശേഷ ഗുണമാണല്ലോ മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ആ സ്വഭാവം. ഒന്ന്, അന്ത്രയോസ് എപ്പോഴും രണ്ടാം സ്ഥാനം ആഗ്രഹിക്കുന്ന മനുഷ്യൻ, മുൻപന്തിയിൽ വരുവാൻ താല്പര്യപ്പെടുന്നില്ല, എപ്പോഴും പുറകിൽ മാറി നിൽക്കുന്നു എന്നതുകൊണ്ട് താൻ അടങ്ങിയിരിക്കുന്നു എന്ന് അർത്ഥമില്ല.
എന്തെങ്കിലും യേശുവിന് വേണ്ടി ചെയ്യുവാൻ, ദൈവനാമത്തിന് മഹത്വത്തിനായി ചെയ്യുവാൻ സദാ സന്നദ്ധനായ ആ വ്യക്തിത്വം. രണ്ടാമത്തെ വിഷയം, മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിൽ താൻ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. യേശു കർത്താവ് ബഹുപുരുഷാരത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവരെ ക്ഷീണിച്ചവരായി വിശന്നവരായിട്ട് വിട്ടയക്കുവാൻ യേശുവിന് മനസ്സിലായതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയവരെ അനുഗ്രഹിച്ച് മടക്കി അയക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെട്ടു. എന്നാൽ എങ്ങനെ ഇത്ര വലിയൊരു പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കും? 5000-ഓളം പുരുഷന്മാർ തന്നെയുണ്ട്. ഇത്ര വലിയൊരു പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാൻ എളുപ്പമുള്ള ഒരു വിഷയമല്ല. പലരും പല കണക്കുകൂട്ടലുകൾ നടത്തി, അങ്ങനെയും ഇങ്ങനെയും പലരും ചിന്തിച്ചു. എന്നാൽ എന്താണ് അറിഞ്ഞുകൂടാ, അന്ത്രയോസ് ഒരു ചെറിയ ബാലകനെയും വിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. യേശു ചെയ്ത അത്ഭുതം അന്ത്രയോസ് മുൻകണ്ടോ? യേശു ഇനി ചെയ്യുവാനിരിക്കുന്ന വിഷയം അതിനു മുന്നമേ അന്ത്രയോസിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വന്നോ? തീർച്ചയായിട്ടും ഉണ്ടാകാം. അല്ല എങ്കിൽ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ആ ചെറിയ ബാലകനെയും വിളിച്ച് യേശുവിന്റെ അടുക്കലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചു എന്ന് പറയുന്നതിൽ പ്രസംഗകരെല്ലാം ഉത്സാഹികളാണ്. ചെറിയ ബാലകനെ നന്നായിട്ട് ജനത്തിന്റെ മുൻപാകെ വരച്ചു കാട്ടുന്നതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നവരുമാണ്. എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു പേരാണ് അന്ത്രയോസ്. ബാലകൻ പ്രാധാന്യമുള്ള വ്യക്തിത്വമാണ്. യേശുവിന്റെ അത്ഭുതവും വളരെയധികം പ്രാധാന്യമുള്ള വിഷയം തന്നെ. എന്നാൽ അതിനപ്പുറത്ത് ഈ ബാലകനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനിടയായ വ്യക്തിത്വം എന്ന് പറയുന്ന അന്ത്രയോസാണ്. ശീമോനെ കൊണ്ടുവന്നപ്പോൾ അവനിലുള്ള അനന്ത സാധ്യതകളെ തുറന്നു കാട്ടുവാൻ യേശുവിനിടയായത്, യേശു അങ്ങനെ പറഞ്ഞത് അവന്റെ മനസ്സിൽ കുറിക്കൊണ്ട് കാണാം. ആ അന്ത്രയോസ് കരുതി ഇവിടെ യേശു അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. ചെറിയ ബാലകനായിരിക്കാം, 5 അപ്പവും 2 മീനുമേ ഉള്ളായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തൊരു അനന്ത സാധ്യത, ഈ പുരുഷാരത്തിന്റെ വിശപ്പടക്കുവാനുള്ള എല്ലാം ഇതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ത്രയോസിന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കി പലതും എഴുതിത്തള്ളാൻ വരട്ടെ. ഇവിടെ ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയാൻ വരട്ടെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ വിശ്വാസത്തോടെ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? അല്പമേ ഉള്ളെങ്കിലും, സാധ്യതകൾ കുറവാണെങ്കിലും, പരിമിതികൾ ഉണ്ടെങ്കിലും ഉള്ളതിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുവാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ അതിനകത്ത് യേശുവിന്റെ കരം വെളിപ്പെടുകയും വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് അന്ത്രയോസ് ആ ബാലകനെ പിടിച്ചുകൊണ്ടുവരികയാണ്. എല്ലാവരും ആ ബാലകനെ ശ്രദ്ധിച്ചു. മീനും ഈ അപ്പവും കൊണ്ടുവന്നവരെ എല്ലാവരും അറിഞ്ഞു. തിന്ന് തൃപ്തരായ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുപക്ഷേ ആ ബാലകനെ ശ്ലാഘിച്ചു കാണാം. നീ അത് യേശുവിന്റെ കയ്യിൽ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് അവനെ വളരെയധികം ശ്ലാഘിച്ചു കാണാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ അത്ഭുതം അവിടെ നടക്കുവാൻ, അവനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുവാൻ താല്പര്യപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് അന്ത്രയോസാണ്. നമ്മുടെ പേര് വലുതായതിനും വേണ്ടിയില്ല. നാം മുഖാന്തരം നാം കൊണ്ടുവരുന്നൊരു മാധ്യമ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ മാറിയിരുന്ന ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുന്ന എത്ര ശ്രേഷ്ഠകരമായ ഒരു അനുഭവം. യേശുവിന്റെ അടുക്കലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനുള്ള ഒരു നല്ല മനസ്സ്. ഈ ബാലകനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇത്രയും വലിയ പുരുഷാരം തിന്ന് തൃപ്തരായി സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ അന്ത്രയോസിന്റെ മനസ്സ് ഒത്തിരിയധികം സന്തോഷിച്ചു കാണാം. വത്സല്യം പ്രിയപ്പെട്ടവരെ, അധികമൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം.
വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. എങ്കിലും താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്, താങ്കൾക്ക് കഴിയുന്നതുണ്ട്. ആ ചെയ്യുവാൻ കഴിയുന്ന ആ വളരെ ചെറിയ കാര്യമായാലും ആ വിഷയം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു വലിയ അത്ഭുതം നിശ്ചയമായിട്ടും കാണുവാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രദ്ധിക്കൂ, ചെറിയ ബാലകനിൽ കൂടെ ആയിരങ്ങൾ തിന്ന് തൃപ്തരായി പോവുകയാണ്. പിന്നിൽ സന്തോഷിക്കുന്ന ഒരന്ത്രയോസ്. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം സൈലന്റ് ആയിരിക്കുമ്പോൾ, ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ, ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ ചെയ്യുവാൻ കഴിയുന്ന ഒത്തിരി കാര്യമുണ്ട്. വളരെ ഗൗരവമുള്ള മഹത്തരമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയും എന്നത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. വലിയ സാധ്യതകൾക്ക് വേണ്ടി നോക്കി നിൽക്കാതെ, വലിയ അവസരങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കാതെ, അവസരങ്ങൾ ദൈവം തരട്ടെ, എന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ കഴിയുന്നത് ചെറുതെങ്കിലും ധൈര്യത്തോടെയും പ്രാഗൽഭ്യത്തോടെയും കൂടെ അത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും എന്നത് മറന്നുപോകരുത്. മൂന്നാമത്തെ ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇവിടെ ഇതാ ഈ അന്ത്രയോസ് യവനന്മാരായ ചിലരെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയാണ്. എന്താണ് അവരുടെ വിഷയം? പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. അവര് ബത്സയിദക്കാരനായ ഫിലിപ്പോസിനോട് പറയുകയും ഞങ്ങൾക്ക് യേശുവിനെ കാണും. ഫിലിപ്പോസ് ചെന്ന് ഈ വിഷയം അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് ഫിലിപ്പോസിനെയും കൂട്ടി യേശുവിന്റെ അടുക്കൽ ഈ യവനന്മാരുമായിട്ട് ചെല്ലുകയാണ്. ഇവിടെയും ശ്രേഷ്ഠകരമായ താൻ കഴിഞ്ഞ നാളുകളിൽ അനുവർത്തിച്ചു വന്ന ആ ദൗത്യത്തിന്റെ പിന്തുടർച്ച കാണുവാൻ കഴിയുന്നു. ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഫിലിപ്പോസ് നേരിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ പോകാൻ താല്പര്യപ്പെട്ടില്ല. അന്ത്രയോസിന്റെ അടുക്കൽ ഈ വിഷയം പറയുകയാണ്. എന്താണ് ഫിലിപ്പോസ് എന്നെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഫിലിപ്പോസിന് അന്ത്രയോസിനെ നന്നായിട്ട് അറിയാം. കാരണം യേശുവിന്റെ അടുക്കൽ ചെല്ലേണ്ടുന്ന ഒരു വിഷയം അന്ത്രയോസിന് കൈമാറിയാൽ അത് യേശുവിന്റെ അടുക്കൽ തന്നെ ചെല്ലും. ആ കാര്യത്തിൽ ഫിലിപ്പോസിന് നല്ല ഉറപ്പുണ്ട്. കാരണം ശീമോൻ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നതും 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് ആ യോഗത്തിന് വന്ന ബാലകനെ യേശുവിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടെത്തിക്കുന്നതും ഒക്കെ അന്ത്രയോസാണ്. ആ അന്ത്രയോസിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്ന ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്കൽ ഈ വിഷയം അവതരിപ്പിച്ചു. അന്ത്രയോസ് ചെന്ന് വീണ്ടും പത്രോസിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞു നിൽക്കാൻ താല്പര്യപ്പെടാതെ അന്ത്രയോസ് ഇവരുമായി യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. യേശുവിനെ അറിയുവാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ, യേശുവിനെ മനസ്സിലാക്കുവാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ, അവന്റെ മഹത്വത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന മഹത്തരമായ ദൗത്യം, ശ്രേഷ്ഠമായ ദൗത്യം ചെയ്യുന്നതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ അന്ത്രയോസ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്കൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കുമ്പോ വന്ന യവനന്മാരെ കൂട്ടിക്കൊണ്ട് അന്ത്രയോസ് നേരിട്ട് യേശുവിന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ വിഷയം തന്റെ അടുക്കൽ കൊണ്ടുവന്ന ഫിലിപ്പോസിനെ കൂടെ കൂട്ടുവാനുള്ളൊരു നല്ല മനസ്സ് അന്ത്രയോസിനുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിൽ ഇങ്ങനെയുള്ളവരെ അധികം പേരെ കാണാൻ കഴിയത്തില്ല. കാരണം മഹത്വമെല്ലാം എനിക്കെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. ആ ലോകത്തിൽ മറ്റുള്ളവരെ ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുന്ന ഒരു ലോകം. എന്നാൽ
യേശുവിന്റെ അടുക്കലേക്ക് യവനന്മാരായ ഈ പ്രിയപ്പെട്ടവരുമായി ചെല്ലുവാൻ മുഖാന്തരമായി ഫിലിപ്പോസിനെ ഒഴിവാക്കാതെ ആ ഫിലിപ്പോസിനെ കൂടെ കൂട്ടുവാനുള്ള ഒരു നല്ല ചിന്താഗതി ഈ അന്ത്രയോസിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല ഒരു ദൗത്യമാണ് ഈ അന്ത്രയോസ് ചെയ്യുന്നത്. യേശുവിന്റെ അടുക്കൽ ആരെങ്കിലും ചെല്ലുവാൻ താല്പര്യപ്പെട്ടാൽ അവരെ കൂടെ കൂട്ടുവാൻ, അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവാനുള്ള ഒരു നല്ല മനസ്സ് ഇവിടെ ഇതാ അന്ത്രയോസ് ഉണ്ടാകും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, താങ്കൾ വലിയൊരു പ്രസംഗകനായിരിക്കുകയില്ല, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കുകയില്ല. താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ ഒരുപക്ഷെ താങ്കൾ ചെയ്യുന്ന ദൗത്യത്തിന്റെ വില ആരും തിരിച്ചറിയുന്നും കാണത്തില്ല. എന്നാൽ ഒരിക്കലും ഹൃദയത്തിനകത്ത് വ്യസനത്തോടുകൂടെ ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങൾ മറന്ന് അന്തർമുഖനായി എവിടെയെങ്കിലും മാറിയിരിക്കേണ്ടതില്ല. എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് വിശ്വസ്തയോടെ ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പത്രോസിനെ പോലെ അന്ത്രയോസ് ഒരു പക്ഷേ അറിഞ്ഞു കാണത്തില്ല. പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കുന്ന അതേ സ്വരത്തിൽ അന്ത്രയോസിനെ കുറിച്ചും ഒരു പക്ഷേ പ്രസംഗിക്കുന്നുണ്ടാകുകയില്ല. എന്നാൽ നിരാശപ്പെടേണ്ട, ഞാൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നവരാണല്ലോ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ഓർത്ത് ഹൃദയത്തിനകത്ത് സന്തോഷിക്കുവാനുള്ള ഒരു നല്ല വിശാല മനസ്സ് ഉണ്ടാകണം. അതിനകത്തൊരു വലിയ കുളിർമയുണ്ട്, അതിനകത്ത് വലിയ ഹൃദയത്തിനൊരു വലിയ തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്ര മഹത്തരമായ ശ്രേഷ്ഠമായ ദൗത്യമാണ് ഇവിടെ അന്ത്രയോസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എനിക്ക് ശുശ്രൂഷ വേണ്ട, എന്നെ കൊണ്ട് കഴിയുന്നത് ലോകം അറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് ലോകം മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പരിഭവിച്ച് ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങി നിൽക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുന്ന ഒരു ചെറിയ സേവനമാകട്ടെ, ഒരു ചെറിയ ശുശ്രൂഷയാകട്ടെ, അത് നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ്, ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ യേശുവിനെ ഒരു വ്യക്തിയുടെ മുമ്പാകെ പരിചയപ്പെടുത്തി, അദ്ദേഹം ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ടു, ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ കാരണമായാൽ ഒരു വലിയ പ്രതിഫലം നമുക്കുണ്ട് എന്നത് മറന്നുപോകരുത്. മുമ്പന്മാരാകുവാൻ താല്പര്യപ്പെടുന്നവർ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. എന്നാൽ താങ്കൾ ഒന്നാമനാകുവാനല്ല ശ്രമിക്കേണ്ടത്. യോഹന്നാൻ സ്നാപകന്റെ ശൈലി പോലെ ഞാനോ കുറയണം, യേശുവോ വളരെയണം. യേശു എന്നിൽ കൂടെ വളരട്ടെ, യേശുവിന്റെ നാമം എന്നിൽ കൂടെ മഹത്വം എടുക്കട്ടെ. ഞാൻ ഇല്ലാതാകുന്നെങ്കിൽ അതിൽ ഞാൻ ധന്യനാണ്, ഞാൻ ഒന്നുമില്ലാതെയായി തീരുന്നുവെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. യേശു എന്നിൽ കൂടെ മഹത്വം എടുക്കട്ടെ എന്നുള്ള ആ ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്യുവാനാകട്ടെ. അതെ, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ ശുശ്രൂഷയുണ്ട്, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന മഹത്തരമായൊരു ശുശ്രൂഷയുണ്ട്. അത് ലോകം ഒരുപക്ഷെ എല്ലാവരും എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നതായിരിക്കുകയില്ല. എങ്കിലും ധൈര്യത്തോടെ ശക്തിയോടെ ചെയ്യേണ്ട ശുശ്രൂഷകൾ ധീരതയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞ മഹത്വം, കണ്ട മഹത്വം, ദർശിച്ചത് ഒരിക്കലും മറച്ചു വെക്കരുത്. അത് കൈമാറട്ടെ, മറ്റുള്ളവർക്ക് കൈമാറട്ടെ, മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തട്ടെ. അവർ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരിടയാകട്ടെ, അവർ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടട്ടെ, അവർ നല്ല ലീഡേഴ്സായി വരട്ടെ, അവർ നല്ല നേതാക്കന്മാരായി വരട്ടെ, അവർ സഭയുടെ അപ്പോസ്തലന്മാരായി അഭിഷക്തന്മാരായി മുൻപോട്ട് വരട്ടെ. നാം അതിൽ സന്തോഷിക്കുന്നവരായി തീരട്ടെ. ഈ പകൽക്കാലം അതിനായി നമ്മുടെ ശുശ്രൂഷകൾ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവത്തിൽ വണക്കാം. ഇന്ന് പകൽക്കാലം ദൈവമേൽപ്പിച്ച ദൗത്യം തിരിച്ചറിയവരിടയാകട്ടെ, ദൈവമേൽപ്പിച്ച കർത്തവ്യം തിരിച്ചറിയവരിടയാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം സംതൃപ്തമായിരിക്കും എന്നത് മറന്നുപോകരുത്. തലകളെ വണക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ മഹനീയമായ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളിൽ ഏൽപ്പിച്ച ആ വലിയ ദൗത്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകണമേ. അതിൽ സംതൃപ്തി കാണുവാൻ ദൈവം കൃപ നൽകണമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഒന്നാമതെത്തുവാൻ, ഒന്നാമനാകുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും പ്രിയ പിതാവേ,
യേശു ഞങ്ങളെ അറിയുന്നവരായി തീരട്ടെ. യേശുവിന്റെ അടുക്കൽ ഞങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസ്തരായി തീരുവാൻ കർത്താവ് കൃപ നൽകുമാറാകണമേ. ഞാൻ മുഖാന്തരം കർത്താവെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള ചിന്താധാര ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് എന്നേക്കാളേറെ ഞങ്ങളെക്കാളേറെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതം കർത്തൃകരങ്ങളിൽ ഏറ്റവും പ്രയോജനപ്പെടുവാൻ ദൈവമിടയാക്കണനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. A light to those in darkness, and I got your paths of peace. Love and mercy dawns, grace, forgiveness, and salvation. Light for revelation, glory to your peace.